വളരെ വൈകിയാണ് ഞാനൊരു വാർത്ത കണ്ടത്. കാരണം നസീർ സാറിനെ ഞാൻ മോശം പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട്. ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നത്. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടോമിന്റെ ഒരു പ്രസ്താവന വല്ലാതെ ഇങ്ങനെ കുറെ പേര് എനിക്കിങ്ങനെ അയച്ചു തന്നു. പ്രേം നസീർ സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന. അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ ഇല്ലാതായതോടുകൂടി അടൂർ ബാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മലയാള സിനിമയിലെ എവർഗ്രീൻ നായകനായ നമ്മുടെ പ്രേം നസീർ സാറിനെ കുറിച്ച് നമ്മുടെ സൂപ്പർ താരം എന്ന് പറയാൻ പറ്റില്ല, കൊമേഡിയനായ നമ്മുടെ ടിനി ടോം വളരെ മോശകരമായ അപകീർത്തികരമായ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അവസാന നാളുകളിൽ പടമൊന്നുമില്ലാതെ പൊട്ടിക്കുത്തിരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് അടൂർ ബാസിയുടെയും ബഹദൂറിൻ്റെയും എല്ലാം അടുത്തു പോയി കെഞ്ചുകയായിരുന്നു നമ്മുടെ നസീർ സാർ എന്നാണ് ഇപ്പോൾ ടിനി ടോം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ് വിവാദമായിരിക്കുന്നത്. വളരെ മോശകരമായ ഒരു പ്രസ്താവനയായിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം പ്രേം നസീർ സാർ സൂപ്പർ സ്റ്റാർ ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ടിനി ടോം മലയാള സിനിമാ രംഗത്ത് മുഖം കാണിക്ക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു പ്രാവശ്യം പോലും നസീർ സാറിനെ നേരിട്ട് കാണുക പോലും ചെയ്യാത്ത ഒരു മനുഷ്യനാണ് ഈ ടിനി ടോം എന്ന് പറയുന്ന വ്യക്തി. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറോ ഒരു വലിയ നടനോ ഒന്നുമല്ല. ഒരു സാധാ ഒരു കൊമേഡിയൻ കഥാപാത്രത്തെ മാത്രം മലയാള സിനിമയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും പടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം. അഭിപ്രായം പറയുന്ന ആളെന്ന് പറയുന്നത് മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന, നമ്മുടെ സൂപ്പർ സ്റ്റാർ പദവിയിൽ ഇപ്പോഴും ഇരിക്കുന്ന, മരിച്ചതിന് ശേഷവും ഒരുപാട് അംഗീകാരങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം കൊണ്ട് യാതൊരു പ്രശ്നവും മലയാള സിനിമയ്ക്ക് ഇന്ന് വരെ ആർക്കും പറയാൻ സാധിക്കാത്ത ഒരു നടനാണ് പ്രേം നസീർ സാർ എന്ന് പറയുന്നത്. ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇത്ര മോശമായ പ്രസ്താവന ഒരു അഭിമുഖത്തിൽ പോയിരുന്ന് പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു എന്നുള്ളത് തന്നെ മലയാളികളെ ഞെട്ടിക്കുന്നതാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വലിയ പ്രമുഖനായ ഒരു സംവിധായകനും നടനുമായ ഒരു വ്യക്തി, സീനിയറായ ആർട്ടിസ്റ്റ് അദ്ദേഹത്തോട് പറഞ്ഞത് പ്രകാരമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാണ്. അദ്ദേഹം മാപ്പുമായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമായി അതൊന്ന് കേൾക്കാം. അപ്പോൾ ടിനി ടോം പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ഞാൻ പറഞ്ഞ അഭിമുഖത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് മോശകരമായ രീതിയിൽ എനിക്കെതിരെ വളച്ചൊടിക്കുകയാണ് ഉണ്ടായത് പ്രസ്താവന എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ലെജൻഡാണ്, വലിയ നടനാണ്, അദ്ദേഹത്തോട് ഞാൻ കാണുക പോലും ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് അങ്ങനെ എന്തൊക്കെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നതിൽ ഖേദം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പോയിന്റ് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സീനിയറായ മലയാളത്തിലെ ഒരു നടനും സംവിധായകനുമായ ഒരു വ്യക്തി തന്നോട് പറഞ്ഞത് പ്രകാരമാണ് താൻ പറഞ്ഞത്, തനിക്കത് ആകാശത്തു നിന്ന് വീണ് കിട്ടിയതൊന്നുമല്ല എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മണിയൻ പിള്ള രാജുവിനെ കുറിച്ചാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ് ഇദ്ദേഹം ഈ അഭിമുഖത്തിൽ പോയി പറഞ്ഞത്. തനിക്ക് സ്വയം 100% ഉറപ്പില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെക്കുക, അതൊരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു പരിപാടിയിൽ പോയി പറയുമ്പോൾ അതൊക്കെ എന്നും ജനങ്ങൾ കാണുന്ന ഒരു സാധനമാണ്. അതത്ര പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് മാറ്റി പോകാനൊന്നും സാധിക്കുന്നൊരു കാര്യമല്ല. ടിനി ടോം പറഞ്ഞത് വളരെ തെറ്റാണ്, മോശകരമാണ്, അപകീർത്തികരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് തന്നെയാണ് സത്യം. പക്ഷേ ആലപ്പി അഷറഫ് ഈ ഒരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മുടെ മണിയൻ പിള്ള രാജുവിനെ നേരിട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നത്. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ രാജു? ഒരിക്കലും ഇല്ല. അതായത് ഞാൻ ഇവനൊന്നും നസൂസിനെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ 10-15 പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളതാണ് 75 വർഷം. അതെ. മാത്രമല്ല, ഞാൻ എല്ലാ ഇന്റർവ്യൂകളിലും പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട്, ദൈവത്തിൽ ഇത്രയും ദൈവത്തുല്യന്റെ ആളിനെ എന്റെ ജീവിതത്തിൽ അതിന് മുമ്പോ അതിന് ശേഷം എത്രയോ പ്രാവശ്യം എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് രാജു, ഞാൻ കേട്ടിട്ടുള്ളല്ലോ. പിന്നെ എത്രയോ ഫംഗ്ഷനിലാണ് നസീർ സാറിന്റെ വർഷമുള്ള കാലങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുന്ന ആളൊക്കെ. ഈ ടിനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാനായ ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും, അവന് ഭ്രാന്താണെന്ന് തോന്നുന്നത് അറിയാട്ടെ. അതന്നെ എന്താണ് പുള്ളി പറയുന്ന ഈ നരേന്ദ്രമോദിയെ പറയാമെങ്കിലാണ് പിന്നെ എനിക്ക് പ്രേം നസീർ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെന്നാണ് മരിച്ചുപോയ ഒരാളാണ് ഇത്രയും ദൈവത്തിൽ. പിന്നെ അത് എത്രയോ എങ്ങനെ പറ്റിയൊക്കെ പറയാം. എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പറ്റുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നസീർ സാറിന്റെ റെക്കോർഡാണ് ഏറ്റവും കൂടുതൽ സിനിമ ഏറ്റവും കൂടുതൽ നായികമാരെ. അതെ ഞാൻ എന്നോട് ഇത് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. മണിയമ്പിള്ള രാജു ഒരിക്കലും അങ്ങനെ പറയുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ആരെ പറ്റിയും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പ്രത്യേകിച്ച് നസീർ സാറിന്റെ നിങ്ങൾ വലിയൊരു ഫാനാണെന്ന് എനിക്കറിയാം.
നസീർ സാറിനെ കുറിച്ച് ഒട്ടും പറയാൻ പറ്റില്ല. ഒരിക്കലും പറയത്തില്ല. ദൈവതുല്യനാണ്. അതെ അതെ. പുള്ളി പല ജനങ്ങളുടെ എതിർപ്പ് വാങ്ങിയാൽ ഇത്രയും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. അവരെല്ലാം അപ്പോൾ മണിയമ്പിള്ള രാജു പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. പ്രാന്താണ് ഇവന് എന്നാണ് പറയുന്നത്. ഒരുപാട് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്ന പ്രേംനസീറിനെ പോലുള്ള ഒരു മനുഷ്യനെ വെച്ചിട്ട് ഇത്തരം വിഡ്ഢിത്തരം ഒരു ഇന്റർവ്യൂ പോയി പറയാൻ ഇവന് പ്രാന്താണ്, ഇപ്പം മാപ്പ് പറയണമെന്ന് തന്നെയാണ് മണിയമ്പിള്ള രാജു പറയുന്നത്. ഞാൻ പറയുന്നത് ഒരുപാട് സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ച വ്യക്തിയാണ് ഈ മണിയമ്പിള്ള രാജു. മണിയമ്പിള്ള രാജു 10ഓളം സിനിമകൾ നസീർ സാറിനൊപ്പം വേഷം ഇടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ തൊട്ടറിയാനും അദ്ദേഹവുമായിട്ട് ഒരുപാട് സമയങ്ങൾ ചെലവഴിക്കാനും എല്ലാം സമയം കിട്ടിയ ഒരു മനുഷ്യനാണ് ഈ മണിയമ്പിള്ള രാജു. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അദ്ദേഹത്തോട് ഒരുപാട് സ്നേഹമാണ്, ആരാധനയാണ്, അന്നും ഇന്നും എന്നും. അതുപോലെ പ്രേംനസീറിനെ കുറിച്ച് ഇത്തരമൊരു അഭിപ്രായം പറഞ്ഞ ടിനി ടോം എന്ന് പറയുന്നതിന് മുന്നേയും ഒരുപാട് വെടിത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മണിയമ്പിള്ള രാജു പറഞ്ഞത്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അഭിപ്രായം പറയുകയില്ല, അങ്ങനെയിട്ട് പറഞ്ഞിട്ടുമില്ല എന്ന് മണിയമ്പിള്ള രാജു പറയുകയാണ്. ഇനി അങ്ങനെ നമ്മുടെ ടിനി ടോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാപ്പ് പറയണം എന്നുകൂടി നമ്മുടെ മണിയമ്പിള്ള രാജു സാർ പറഞ്ഞു വെക്കുകയാണ്. അതാണ് സത്യം. ഇനി അങ്ങനെ പറഞ്ഞതിന് പ്രകാരം അദ്ദേഹം മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അദ്ദേഹം കരുതിക്കൂട്ടി പറഞ്ഞതാണ് എന്നൊരു തോന്നൽ മലയാളി പ്രേക്ഷകർക്ക് സ്വതവേ എല്ലാവർക്കുമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് അവരൊപ്പരം ഒരുപാട് സമയം ചെലവഴിക്കുകയും അതുപോലെ തന്നെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി അദ്ദേഹത്തിൻ്റെ ചാനലിൽ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. ഈ ടോമിന്റെ ഒരു പ്രസ്താവന വല്ലാതെ ഇങ്ങനെ കുറെ പേര് എനിക്കിങ്ങനെ അയച്ചു തന്നു. പ്രേംനസീർ സാറിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന. അദ്ദേഹം അവസാന കാലത്ത് അവസരങ്ങൾ ഇല്ലാതായതോടുകൂടി അടൂർ ബാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നിങ്ങനെ. പക്ഷേ വേറെ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ചിലപ്പോ ഞാൻ വിചാരിക്കും നമുക്ക് അത്ര വ്യക്തമായിട്ട് അറിയില്ല ആ വ്യക്തിയെ കുറിച്ച്. നല്ല സൗഹൃദമൊക്കെ ഉണ്ട്, ചിരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. പക്ഷെ പ്രേംനസീർ സാറിന് അങ്ങനെയല്ല. പ്രേംനസീർ സാർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ 85 വരെ മദ്രാസിൽ ഉണ്ടായിരുന്ന ആളുകൾ, ഒന്നിച്ച് പ്രവർത്തിച്ചവർ, അദ്ദേഹത്തിന്റെ എല്ലാ നന്മകളും അനുഭവിച്ചവർ, അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഒന്നും രണ്ട്, അത് പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ, പ്രത്യേകിച്ച് എനിക്ക്, അദ്ദേഹത്തിന് ഞാൻ എന്റെ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അത് അനുഭവിച്ച ഒരാൾ. അദ്ദേഹം അവസാനം വരെ ഞാനൊക്കെ അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം മരിക്കുന്നതിന്റെ കുറച്ചു മുമ്പ് ഞാൻ കാണുന്നത് തിരുവനന്തപുരത്ത് എടപ്പഴഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മകളുടെ സഹോദരിയുടെ അവരുടെ വീട്ടിൽ അദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്റെ മോനെയും കൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചെന്നിരുന്നു. അപ്പോഴും വളരെ ഹാപ്പി ആയിരുന്നു. എന്റെ മോൻ അന്ന് അപ്പൂപ്പ എന്നിങ്ങനെ വിളിച്ചപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അവനെ എടുത്ത് മടിയിൽ, ആ സമയവും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാരണം കുടുംബവുമായിട്ട് ഏറ്റവും അധികം സമയം ചെലവിടാൻ കിട്ടിയ സമയമാണെന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടാണ് ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടത്. അവസാനം തിരുവനന്തപുരത്ത് വന്ന സമയത്ത് വരെ അവർ പ്രേംനസീർ സാറിനെ നേരിട്ട് പോയി കാണുകയും സംസാരിക്കുകയും അവരൊപ്പം സമയം ചെലവിടുകയും ചെയ്ത നടിയാണ് ഭാഗ്യലക്ഷ്മി. അപ്പോൾ പ്രേംനസീർ സാർ വളരെ ഹാപ്പി ആയിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് കുടുംബത്തിൻ്റെ ഒപ്പരം അവസാനം ചെലവഴിക്കാൻ കിട്ടിയ സമയം അതുവരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രേംനസീർ സാർ ശ്രമിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കൊച്ചുമാളെയും കൂട്ടി അവിടെ പോയി സംസാരിച്ച സമയത്ത് എല്ലാം താൻ ജീവിതത്തെ ആസ്വദിക്കുകയാണ്, ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളും അതാത് സമയങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ പ്രേംനസീർ സാർ വളരെ ശ്രദ്ധാലുവായിരുന്നു. ജീവിതത്തിലും സിനിമയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഇതുകൊണ്ട് വ്യക്തമാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ടിനി ടോം പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾക്ക് യാതൊരു ഇടവും മലയാള സിനിമയിലോ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലോ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞത് കൊണ്ട് മാത്രം തീരുന്ന ഒരു പ്രശ്നം അല്ല ഇത്. തീർച്ചയായിട്ടും അദ്ദേഹം ആരുടെയും കാല് പിടിക്കാനൊന്നും പോയിട്ടില്ല എന്നും അദ്ദേഹത്തിന് അത്രയും വലിയ ഒരു ഘട്ടം ജീവിതത്തിൽ വന്നിട്ടില്ല എന്നുള്ളതും സത്യമാണ്. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, അതുപോലെ തന്നെ കുറഞ്ഞു വരുന്ന ഒരു സമയവും എല്ലാ നടന്മാരുടെ ജീവിതത്തിലും ഉണ്ടാകും. അത് മമ്മൂട്ടിയുടെ സിനിമ ആയാലും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ജീവിതത്തിലായാലും ഏതൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ജീവിതത്തിലായാലും ഒരേ ഒരു നിലക്ക് നിന്ന് പോകാൻ ഒരു സിനിമാ നടനും സാധിക്കുന്നതല്ല. അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിൽ തീർച്ചയായിട്ടും പ്രേംനസീറിൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കണം ടിനി ടോം പറയാൻ ആഗ്രഹിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത്. വീണ്ടും നല്ല വീഡിയോ ആയി വരുന്നത്. നന്ദി, നമസ്കാരം, ബൈ.